എല്ലാവർക്കും പുതിയൊരു മോക്ക് ടെസ്റ്റിലേക്ക് സ്വാഗതം. കേരള PSCയുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് മെയിൻസ് എക്സാമിൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ് നമ്മൾ ഇവിടെ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്തുകൊണ്ടുള്ള ഒരു മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് പോവാം. വിച്ച് ആർട്ടിക്കിൾ ഗ്രാൻഡ് ദ സുപ്രീം കോർട്ട് പവർ ടു ഇഷ്യൂ റിട്ട് ഫോർ ഫണ്ടമെൻ്റൽ റൈറ്റ്? സുപ്രീം കോടതിക്ക് ഫണ്ടമെൻ്റൽ റൈറ്റിൽ റിട്ട് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അധികാരം നൽകുന്നത് ഏത് ആർട്ടിക്കിളാണ്? 226, 32, 139 ആൻഡ് 227. അപ്പോൾ ഇതിന് ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ആർട്ടിക്കിൾ 32 ആണ്. ആർട്ടിക്കിൾ 32 എംപവേഴ്സ് ദ സുപ്രീം കോർട്ട് ടു ഇഷ്യൂ റിട്ട് ഫോർ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്. അടുത്ത ചോദ്യമാണ് വിച്ച് ഈസ് നോട്ട് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഇൻ ഇന്ത്യ ആഫ്റ്റർ ദ 44th അമെൻമെൻറ്റ്? 44ാമത്തെ അമെൻമെൻറ്റ് വന്നു കഴിഞ്ഞിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റിൽ നിന്നും പുറത്താക്കപ്പെട്ടത് ഏതാണ്? റൈറ്റ് ടു പ്രോപ്പർട്ടി, റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ആൻഡ് റിലീജിയൻ. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, റൈറ്റ് ടു പ്രോപ്പർട്ടി. റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് റിമൂവ്ഡ് ആസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ആൻഡ് മെയ്ഡ് ലീഗൽ റൈറ്റ് അണ്ടർ ആർട്ടിക്കിൾ 300A. അപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റിൽ നിന്നും റിമൂവ് ചെയ്തു. എന്നിട്ട് ആർട്ടിക്കിൾ 300A കീഴിൽ ലീഗൽ റൈറ്റ് ആയിട്ട് മാറി. അടുത്ത ചോദ്യം, ദ ആൻറ്റി ഡിഫെക്ഷൻ ലോ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ വിച്ച് അമെൻമെൻറ്റ്? അപ്പോൾ കൂറുമാറ്റ നിരോധന നിയമം, ആൻറ്റി ഡിഫെക്ഷൻ ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് അമെൻമെൻറ്റ് പ്രകാരമാണ്? 42, 52, 61, 91. ആൻസർ ഓപ്ഷൻ ബി ആണ്, 52. It was added by the 52nd Constitutional Amendment Act of 1985. 52ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് പ്രകാരമാണ് ഇത് ആഡ് ചെയ്തത്. അടുത്തത് 4ാമത്തെ ചോദ്യമാണ്, ഹൂ അഡ്മിനിസ്റ്റേഴ്സ് ദ ഓത്ത് ടു ദ മെമ്പർ ഓഫ് പാർലമെൻറ്റ്? പാർലമെൻറ്റ് മെമ്പേഴ്സ്, അതായത് MPസിനൊക്കെ ഓത്ത് ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന ആരാണ്? പ്രസിഡൻറ്റ്, ചീഫ് ജസ്റ്റിസ്, സ്പീക്കർ, വൈസ് പ്രസിഡൻറ്റ്. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, പ്രസിഡൻറ്റിനാണ് ആ ചുമതലയുള്ളത്. പ്രസിഡൻ്റാണ്. ആസ് പെർ ദ ആർട്ടിക്കിൾ 99 ദ പ്രസിഡൻറ്റ് സമ്മൺ അപ്പോയിൻറ്റഡ് ബൈ ഹിം. പ്രസിഡൻ്റാണ് ഇവർക്കൊക്കെ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുന്നത്, MPമാർക്ക്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റ് ദ്രൗപദി മുർമു MPമാർക്ക് സത്യപ്രതിജ്ഞാ വാചകമൊക്കെ ചൊല്ലിക്കൊടുക്കുന്നത് നമ്മൾ TV-യിലൊക്കെ കണ്ടതാണ്. അപ്പോൾ അത് ഓർത്തു വെച്ചാൽ മതി. അടുത്ത 5ാമത്തെ ചോദ്യം, നാഷണൽ എമർജൻസി അണ്ടർ ദ ആർട്ടിക്കിൾ 352 മസ്റ്റ് ബി അപ്രൂവ്ഡ് ബൈ ദ പാർലമെൻറ്റ് വിത്തിൻ. നാഷണൽ എമർജൻസി ആർട്ടിക്കിൾ വരുന്നത് 352 ആണ്. അത് എത്ര സമയത്തിനുള്ളിൽ അപ്രൂവ് ചെയ്യണം? 1 month, 2 month, 6 month, 1 year. നാഷണൽ എമർജൻസി എന്ന് പറയുന്നത് 1 മാസത്തിനുള്ളിൽ പാർലമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം. അണ്ടർ ആർട്ടിക്കിൾ 352 ആണ്. ഇറ്റ് മസ്റ്റ് ബി അപ്രൂവ്ഡ് വിത്തിൻ 1 month ബൈ ബോത്ത് ഹൗസസ്. രണ്ടും, അതായത് രാജ്യസഭയും ലോക്സഭയും അപ്രൂവൽ കൊടുത്തിരിക്കണം. അടുത്തത്, വിച്ച് ഈസ് നോട്ട് എ ഡിസ്ക്രിഷണറി പവർ ഓഫ് ദ ഗവർണർ? ഗവർണറിൻ്റെ ഡിസ്ക്രിഷണറി പവർ അല്ലാത്തത് ഏതാണ്? ഗവർണറിൻ്റെ വിവേചന അധികാരം അല്ലാത്തത് ഏതാണ്? റിസർവിങ് ബിൽ ഫോർ ദ പ്രസിഡൻറ്റ്, അപ്പോയിൻറ്റിങ് CM വെൻ നോ മെജോറിറ്റി, ഡിസ്മിസിങ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ഗിവിങ് അസെൻറ്റ് ടു മണി ബിൽ. അപ്പോൾ എന്താണ് ഗവർണറുടെ ഡിസ്ക്രിഷണറി പവർ അല്ലാത്തത്? മണി ബില്ലിന് അസെൻറ്റ് കൊടുക്കുക. മണി ബില്ലിൻ്റെ അസെൻറ്റ് കൊടുക്കുക എന്നത് ഗവർണറിൻ്റെ ഡിസ്ക്രിഷണറി പവറിൽ വരുന്നതല്ല. റിസർവിങ് ബിൽ ഫോർ പ്രസിഡൻറ്റും അതുപോലെ അപ്പോയിൻറ്റിങ് CM വെൻ നോ മെജോറിറ്റി ഇല്ലാത്തപ്പോൾ CMനെ അപ്പോയിൻറ്റ് ചെയ്യുക, അതുപോലെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ ഡിസ്മിസ് ചെയ്യുക, ഇതൊക്കെ ഗവർണറിൻ്റെ അധികാരപരിധിയിലുള്ളതാണ്. പക്ഷേ മണി ബില്ലിന് അസെൻറ്റ് കൊടുക്കുക എന്നത് ഗവർണറിൻ്റെ അധികാരപരിധിയിൽ ഉൾപ്പെടുന്നതല്ല. ഗിവിങ് അസെൻറ്റ് ടു ദ മണി ബിൽ ഈസ് എ പ്രൊസീജിയറൽ ഡ്യൂട്ടിയാണ്, നോട്ട് എ ഡിസ്ക്രിഷണറി പവർ. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊസീജിയറൽ ഡ്യൂട്ടി മാത്രമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഡിസ്ക്രിഷണറി പവറായിട്ട് വരുന്നില്ല. അടുത്തത്, യൂണിഫോം സിവിൽ കോഡ് ഈസ് മെൻഷൻഡ് ഇൻ വിച്ച് ആർട്ടിക്കിൾ? യൂണിഫോം സിവിൽ കോഡ്, അതായത് എല്ലാ ആൾക്കാർക്കും ഒരേ ലോയും ഒരേ കോഡും, യൂണിഫോം സിവിൽ കോഡ്
അത് ഏത് ആർട്ടിക്കിളാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? ആർട്ടിക്കിൾ 39, ആർട്ടിക്കിൾ 40, 44, 48. ആർട്ടിക്കിൾ 44 ആണ് അല്ലേ? ആർട്ടിക്കിൾ 44 ഡീൽ വിത്ത് യൂണിഫോം സിവിൽ കോഡ്. ഓക്കെ, അടുത്ത ചോദ്യം. കേരള ഹാസ് ഹയസ്റ്റ് ലൈഫ് എക്സ്പെക്റ്റൻസി ബിക്കോസ്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ലൈഫ് എക്സ്പെക്റ്റൻസി ഏറ്റവും കൂടുതലുള്ളത്. എന്താണ് അതിനുള്ള കാരണം? ഹൈ ലിറ്ററസി റേറ്റ്, റോബസ്റ്റ് പബ്ലിക് ഹെൽത്ത് സിസ്റ്റം, ലോ ബർത്ത് റേറ്റ്, എക്കണോമിക് പ്രോസ്പെരിറ്റി. എന്താണ് അതിനുള്ള കാരണം? എന്താണ്? റോബസ്റ്റ് പബ്ലിക് ഹെൽത്ത് സിസ്റ്റമാണ്. നമ്മുടെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം അത്ര നല്ലതാണ്, അതുകൊണ്ടാണ് നമുക്കിവിടെ ഹയസ്റ്റ് ലൈഫ് എക്സ്പെക്റ്റൻസി വരുന്നത്. റോബസ്റ്റ് ആൻഡ് ആക്സസബിൾ പബ്ലിക് ഹെൽത്ത് ഡ്രൈവ്സ് കേരള ഹൈ ലൈഫ് എക്സ്പെക്റ്റൻസി. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് നല്ലൊരു ഹൈ ലൈഫ് എക്സ്പെക്റ്റൻസി ഉള്ളത്. അടുത്തത്, വിച്ച് കേരള സ്കീം പ്രൊമോട്ട് സീനിയർ സിറ്റിസൺ എൻ്റർപ്രണർഷിപ്പ് 2025? ഏത് സ്കീമാണ് സീനിയർ സിറ്റിസൺ എൻ്റർപ്രണർഷിപ്പ് 2025 പ്രൊമോട്ട് ചെയ്യുന്നത്? ജീവം, എൽഡം പ്രിനർ, നവകേരള മിഷൻ, സ്വയം. അപ്പോൾ സീനിയർ സിറ്റിസൺ എന്താണ്? എൽഡറാണ് അല്ലേ? അപ്പോൾ അത് ഓർത്ത് വെച്ചാൽ മതി. എൽഡർ പ്രിനർ എന്ന് പറയുന്ന സ്കീമാണ് സീനിയർ എൻ്റർപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യുന്നത്. അടുത്ത ചോദ്യം. കേരള നോളജ് എക്കണോമി മിഷൻ എംഫസൈസസ് വിച്ച് ഫീച്ചർ? കേരളത്തിലെ നോളജ് എക്കണോമി മിഷൻ എന്ത് ഫീച്ചറാണ് ഫോക്കസ് ചെയ്യുന്നത്? ഫ്രീ ബേസിക് എഡ്യൂക്കേഷൻ, സ്കിൽ ഡെവലപ്മെൻറ്റ് ഇൻ IT, അഗ്രികൾച്ചർ ഇന്നൊവേഷൻ ആൻഡ് ഹെവി ഇൻഡസ്ട്രി. ആൻസർ എന്താണ്? സ്കിൽ ഡെവലപ്മെൻറ്റ് ഇൻ IT ആണ്. സ്കിൽ ഡെവലപ്മെൻറ്റ് ഇൻ IT ആണ് കേരളത്തിലെ നോളജ് എക്കണോമി മിഷൻ ഫോക്കസ് ചെയ്യുന്നത്. ദ മിഷൻ ഫോക്കസസ് ഓൺ ട്രെയിനിങ് യൂത്ത് ഫോർ IT ആൻഡ് ഡിജിറ്റൽ ജോബ്. അടുത്ത ചോദ്യം. കേരള ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ഫോർ വുമൺ എംപവർമെൻറ്റ്. കേരളത്തിലെ വുമൺ എംപവർമെൻറ്റിന് വേണ്ടിയുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ഏതാണ്? MGNREGA, കുടുംബശ്രീ, ഡിജിറ്റൽ ഇന്ത്യ, സ്കിൽ ഇന്ത്യ. ഇപ്പോൾ എന്താണ്? കുടുംബശ്രീയാണ്. കുടുംബശ്രീയാണ് കേരളത്തിലെ പ്രൈമറി വുമൺ എംപവർമെൻറ്റ് സ്കീം എന്ന കാര്യം നമ്മൾ ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം. വിച്ച് ഈസ് നോട്ട് എ ഫാക്ടർ ഇൻ കേരളാസ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ? കേരളത്തിലെ ഡെമോഗ്രാഫിക് ട്രാൻസിഷനിൽ ഉൾപ്പെടാത്ത ഫാക്ടർ എന്താണ്? ലോ ബർത്ത് റേറ്റ്, ലോ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി, ഹൈ ഫെർട്ടിലിറ്റി റേറ്റ്, ഹൈ ലൈഫ് എക്സ്പെക്റ്റൻസി. അപ്പോൾ എന്താണ്? നമുക്കിവിടെ ഹൈ ഫെർട്ടിലിറ്റി റേറ്റ് എന്നുള്ളത് തെറ്റാണ്. ഹൈ ഫെർട്ടിലിറ്റി റേറ്റ് ഇവിടെ ഇല്ല. ഇവിടെ ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരള ഹാസ് ലോ ഫെർട്ടിലിറ്റി റേറ്റ്. ഹൈ ഫെർട്ടിലിറ്റി റേറ്റ് ഈസ് നോട്ട് ഇൻ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. അടുത്ത, കേരള ലോ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി ഈസ് മെയിൻലി ഡ്യൂ ടു. കേരളത്തിലെ ലോ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി, അതായത് ശിശുമരണ നിരക്ക് ഇവിടെ വളരെ കുറവാണ്. അതിനുള്ള കാരണം എന്താണ്? മെറ്റേണൽ ഹെൽത്ത് പ്രോഗ്രാംസ്, ഹൈ ലിറ്ററസി റേറ്റ്, ബെറ്റർ ന്യൂട്രീഷൻ ആൻഡ് ഓൾ ഓഫ് ദി എബോവ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും വരുന്നുണ്ട് അല്ലേ? ഇവിടെ എന്താണ്? മെറ്റേണൽ ഹെൽത്ത് പ്രോഗ്രാംസ് നന്നായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലിറ്ററസി, സാക്ഷരത കൂടുതലാണ്. അതുപോലെ ന്യൂട്രീഷൻസും നന്നായിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്? ഓൾ ഓഫ് ദി എബോവ് ആണ്. കോമ്പിനേഷൻ ഓഫ് ഹെൽത്ത് പ്രോഗ്രാംസ്, ലിറ്ററസി ആൻഡ് ന്യൂട്രീഷൻ, ലോവർ കേരള ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. അപ്പോൾ കേരളത്തിൻ്റെ ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിനുള്ള കാരണങ്ങളിൽ ഇവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. അടുത്ത ചോദ്യം. കേരളാസ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി റേറ്റ് ഈസ്. കേരളത്തിലെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി റേറ്റ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഹയസ്റ്റ് ഇൻ സൗത്ത് ഇന്ത്യ ആണോ, അതോ ലോവസ്റ്റ് ഇൻ ഇന്ത്യ ആണോ, ഈക്വൽ ടു നാഷണൽ ആവറേജ് ആണോ, റാപ്പിഡ്ലി ഇൻക്രീസിങ് ആണോ? കേരളത്തിൻ്റെ എന്താണ് നമ്മൾ ചോദിക്കുന്ന മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി റേറ്റ്, ദാരിദ്ര്യ രേഖയുടെ അളവ് എന്താണ് കേരളത്തിൽ? കേരളത്തിൽ ദാരിദ്ര്യം കൂടുതലാണോ കുറവാണോ? എന്താണ്? കുറവാണ് അല്ലേ? ലോവസ്റ്റ് ഇൻ ഇന്ത്യ ആണ്. കേരള ഹാസ് ദ ലോവസ്റ്റ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻ ഇന്ത്യ. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലാണ് ഏറ്റവും കുറവ്. അടുത്ത, വിച്ച് നാഷണൽ പാർക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ പാലക്കാട്? പാലക്കാടുള്ള നാഷണൽ പാർക്ക് ഏതാണ്? സൈലൻറ്റ് വാലി, പെരിയാർ, ഇരവികുളം, വയനാട്. ആൻസർ എന്താണ്? പാലക്കാടുള്ളത് ഓപ്ഷൻ എ ആണ്, സൈലൻറ്റ് വാലിയാണ്. സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ പാലക്കാട് ഡിസ്ട്രിക്റ്റ്. അടുത്തത്, UNEP ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ലൊക്കേറ്റഡ് ഇൻ. UNEPയുടെ ആസ്ഥാനം എവിടെയാണ്? യുണൈറ്റഡ് നേഷൻ എൻവയൺമെൻറ്റ് പ്രോഗ്രാമാണ് UNEP എന്ന് പറയുന്നത്.
അതിൻ്റെ ആസ്ഥാനം എവിടെയാണ് വരുന്നത്? നൈറോബി കെനിയ, ജനീവ സ്വിറ്റ്സർലൻഡ്, ന്യൂഡൽഹി USA, വിയന്ന ഓസ്ട്രിയ. ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, നൈറോബി കെനിയയാണ് UNEPയുടെ ആസ്ഥാനമായിട്ട് വരുന്നത്. UNEP's ഹെഡ് ക്വാർട്ടേഴ്സ് ആർ ഇൻ നൈറോബി കെനിയ. കെനിയയിലെ നൈറോബിയിലാണ് UNEPയുടെ ആസ്ഥാനം വരുന്നത്. അടുത്ത ചോദ്യം, ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ആർ ഫൗണ്ട് ഇൻ. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് എവിടെയാണ് ഫൗണ്ട് ചെയ്യുന്നത്? കേരള, ഗുജറാത്ത്, രാജസ്ഥാൻ, നൺ ഓഫ് ദി എബോ. കേരളത്തിലെ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ഫൗണ്ട് ചെയ്യുന്നത് എവിടെയാണ്? അത് കേരളത്തിലല്ല, ഇന്ത്യയിലെ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ഫൗണ്ട് ചെയ്യുന്നത് കേരളത്തിലാണ്. കേരള ഹാസ് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് അൺലൈക്ക് ഗുജറാത്ത് ആൻഡ് രാജസ്ഥാൻ. രാജസ്ഥാനിലൊക്കെ എന്താണ്, ഡിസേർട്ടായിട്ടുള്ള ഭൂപ്രകൃതിയാണ് കൂടുതലുള്ളത്. പക്ഷേ കേരളത്തിലെ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റാണ് നമ്മളുടെ കാലാവസ്ഥയിൽ വരുന്നത്. അടുത്ത, എൻവിയർമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് EIA ഈസ് എസെൻഷ്യൽ ബിക്കോസ്. EIA എന്ന് പറഞ്ഞാൽ എൻവിയർമെൻറ്റ് ഇമ്പാക്റ്റ്മെൻറ്റ് അസസ്മെൻ്റ് ആണ്. ഇത് വളരെ എസെൻഷ്യലാണ്. എന്താണ് അതിനുള്ള കാരണം? എൻഷുവേഴ്സ് എ ലീഗൽ കംപ്ലയൻസ്, പ്രഡിക്റ്റ് ആൻഡ് മിറ്റിഗേറ്റ് എൻവിയർമെൻറ്റൽ ഡാമേജ്, ഇൻക്രീസസ് പ്രൊജക്റ്റ് കോസ്റ്റ്, ഡിലേ പ്രൊജക്റ്റ്. അപ്പോൾ എൻവിയർമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പ്രഡിക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ മിറ്റിഗേറ്റ് ചെയ്യും. എൻവിയർമെൻറ്റൽ ഡാമേജിനെയൊക്കെ പ്രഡിക്റ്റ് ചെയ്യുകയും അതിനുള്ള നടപടികളൊക്കെ മുൻകൂറായിട്ട് കൈക്കൊള്ളുകയും ചെയ്യുന്നതാണ് എൻവിയർമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് അഥവാ EIA എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്. EIA ഹെൽപ്പ് പ്രഡിക്റ്റ് ആൻഡ് റെഡ്യൂസ് പൊട്ടൻഷ്യൽ എൻവിയർമെൻറ്റൽ ഡാമേജസ്. അടുത്തത്, ചിപ്കോ മൂവ്മെൻറ്റ് പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ്. ചിപ്കോ മൂവ്മെൻറ്റ് എന്തിനെതിരെയുള്ള പ്രൊട്ടസ്റ്റ് ആയിരുന്നു? ലാർജ് ഡാം, പൊല്യൂഷൻ, ഡീഫോറസ്റ്റേഷൻ ആൻഡ് ന്യൂക്ലിയർ പ്ലാന്റ്. ആൻസർ എന്താണ്? ഡീഫോറസ്റ്റേഷൻ, വനനശീകരണത്തിനെതിരെയാണ് എന്ത് നടത്തിയത്? ചിപ്കോ മൂവ്മെൻറ്റ്, ചിപ്കോ പ്രസ്ഥാനം വന്നത്. സുന്ദർലാൽ ബഹുഗുണയുടെയൊക്കെ നേതൃത്വത്തിലാണ് ചിപ്കോ മൂവ്മെൻറ്റ് വന്നത്. ചിപ്കോ മൂവ്മെൻറ്റ് വാസ് എ മൂവ്മെൻറ്റ് അഗെയിൻസ്റ്റ് ദ കട്ടിങ് ഓഫ് ഫോറസ്റ്റ്. അടുത്ത ചോദ്യം, വിച്ച് ഫ്രെയിംവർക്ക് ഡീൽ വിത്ത് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ഗ്ലോബലി. അപ്പോൾ എന്ത് ഫ്രെയിംവർക്കാണ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷന് വേണ്ടിയിട്ട് ഗ്ലോബലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്? പാരീസ് എഗ്രിമെൻറ്റ്, ക്യോട്ടോ പ്രോട്ടോക്കോൾ, സെന്തൈ ഫ്രെയിംവർക്ക്, മോൺട്രിയൽ പ്രോട്ടോക്കോൾ. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, സെന്തൈ ഫ്രെയിംവർക്കാണ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷന് വേണ്ടിയിട്ട് ഗ്ലോബലി കൊണ്ടുവന്നിട്ടുള്ള ഒരു ഡീല്. സെന്തൈ ഫ്രെയിംവർക്ക് ഈസ് ദ ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻ ഫോർ ദ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഇൻക്ലൂഡ് വിച്ച് ഓഫ് ദി ഫോളോയിങ്. ഡിസാസ്റ്റർ മിറ്റിഗേഷൻ എന്ന് പറയുന്നത്, ഡിസാസ്റ്റർ മിറ്റിഗേഷനിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? റെഡ്യൂസിങ് ഡിസാസ്റ്റർ റിസ്ക്, എൻഹാൻസിങ് റെസ്പോണ്ടർ കപ്പാസിറ്റീസ്, മിനിമൈസിങ് ഇമ്പാക്റ്റ് ആൻഡ് ഓൾ ഓഫ് ദി എബോ. അപ്പോൾ ഡിസാസ്റ്റർ മിറ്റിഗേഷനിൽ വരുന്നത് ഇതെല്ലാം വരുന്നുണ്ട്. എന്തൊക്കെയാണ്? റെഡ്യൂസിങ് റിസ്ക് വരുന്നുണ്ട്, റിസ്ക് കുറക്കുക, അതുപോലെ തന്നെ എൻഹാൻസിങ് റെസ്പോണ്ടർ കപ്പാസിറ്റീസ് കൂട്ടുക, മിനിമൈസിങ് ഇമ്പാക്റ്റ് കുറക്കുക, ഇതെല്ലാം വരുന്നുണ്ട്. മിറ്റിഗേഷൻ കവേഴ്സ് പ്ലാനിങ്, കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് റെഡ്യൂസിങ് ഇമ്പാക്റ്റ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിൾ. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിളിൽ ഉൾപ്പെടാത്തതാണ്? മിറ്റിഗേഷൻ, പ്രിപ്പയർനെസ്, റെസ്പോൺസ്, അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിളിൽ വരാത്ത കാര്യമാണ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. ഇത് മൂന്നും, അതായത് മിറ്റിഗേഷനും പ്രിപ്പയർനെസ്സും റെസ്പോൺസും ഒക്കെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിളിൽ ഉൾപ്പെടുന്നുണ്ട്. അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ഈസ് ഇൻ ദ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിൾ ഫേസ്. ഓക്കെ. അടുത്ത ചോദ്യം, വിച്ച് ആക്ട് മേക്ക് CSR മാൻഡേറ്ററി ഇൻ ഇന്ത്യ. അപ്പോൾ CSR, അതായത് കോപ്പറേറ്റീവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് CSR എന്ന് പറയുന്നത്. അത് ഇന്ത്യയിൽ മാൻഡേറ്ററി ആക്കിയത് ഏത് ആക്ട് പ്രകാരമാണ്? സെബി ആക്ട്, കമ്പനി ആക്ട്, IT ആക്ട് 2000, ലേബർ വെൽഫെയർ ഫണ്ട് ആക്ട്. ആൻസർ എന്താണ്? കമ്പനി ആക്ട് 2013 ആണ്. അതാണ് കോപ്പറേറ്റീവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇന്ത്യയിൽ മാൻഡേറ്ററി ആക്കി മാറ്റിയ ആക്ട്. CSR ഈസ് മാൻഡേറ്റഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട് 2013. 2013 കമ്പനി ആക്ട് പ്രകാരമാണ് CSR, കോപ്പറേറ്റീവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, മാൻഡേറ്ററി ആക്കി മാറ്റിയത്. അടുത്തത്, വിച്ച് ഈസ് ദ ISO സ്റ്റാൻഡേർഡ് ഈസ് ലിങ്ക്ഡ് ടു ദ എൻവിയർമെൻറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം. എൻവിയർമെൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിനുള്ള ISO സ്റ്റാൻഡേർഡ് ഏതാണ്?
എൻവയറമെൻറ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ISO സ്റ്റാൻഡേർഡാണ് ISO 14001. ISO 14001 ആണ് എന്താണ് എൻവയറമെൻറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലുള്ള ISO സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ISO 14001 ഈസ് ഫോർ ദ എൻവയറമെൻറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റംസ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചു വെക്കുക. അടുത്ത വിച്ച് ബോഡി ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആൻഡ് നോട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയാത്ത സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഏതാണ് താഴെ പറയുന്നതിൽ? UPSC കോൺസ്റ്റിറ്റ്യൂഷണലാണ്. നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്. ഇലക്ഷൻ കമ്മീഷൻ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണലാണ്. ഫിനാൻസ് കമ്മീഷനും കോൺസ്റ്റിറ്റ്യൂഷണലാണ്. ഇലക്ഷൻ കമ്മീഷൻ എന്താണ്? 324 ആണ്. ഫിനാൻസ് കമ്മീഷൻ 280 പറയുന്നുണ്ട്. അതുപോലെ UPSC 310 മുതൽ അങ്ങോട്ട് 320 വരെ എന്തോ പറയുന്നുണ്ട്. പക്ഷേ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി മാത്രമാണ്. നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് വയ ലോ നോട്ട് മെൻഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രത്യേകമായിട്ട് ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അടുത്തത് ദ ഫിഗർ ഹെഡ് മാനേജർ റോൾ ഈസ് അക്കോർഡിംഗ് ടു ഹൂം. ദ ഫിഗർ ഹെഡ് മാനേജർ റോള് ആർക്കാണുള്ളത്? ഫയോൾ, വെബർ, മിൻസ്ബർഗ്, ടൈലർ. ഫിഗർ ഹെഡ് മാനേജർ റോള് എന്ന് പറയുന്നത് ആരുടെ ടേമാണ്? മിൻസ്ബർഗിൻ്റെയാണ്. ഫിഗർ ഹെഡ് മാനേജർ റോൾ ഈസ് അക്കോർഡിംഗ് ടു മിൻസ്ബർഗ്. മിൻസ്ബർഗ് ക്ലാസിഫൈഡ് ഫിഗർ ഹെഡ് ആസ് ആൻ ഇൻ്റർപേഴ്സണൽ റോൾ. മിൻസ്ബർഗ് ക്ലാസിഫൈഡ് ഫിഗർ ഹെഡ് ആസ് ആൻ ഇൻ്റർപേഴ്സണൽ റോൾ. ഓക്കെ. ദ ഐഡിയ ഓഫ് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി ഇൻ ദ പ്രിയാമ്പിൾ ഈസ് ഇൻസ്പയർഡ് ബൈ. നമ്മുടെ പ്രിയാമ്പിൾ ആമുഖത്തിലുള്ള വേർഡ്സ് ആണ് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. ഇതൊക്കെ എന്തിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്? ഫ്രഞ്ച് റവല്യൂഷൻ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, റഷ്യൻ റവല്യൂഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ആൻസർ എന്താണ്? ഫ്രഞ്ച് റവല്യൂഷൻ ആണ് അല്ലേ? ഫ്രഞ്ച് റവല്യൂഷനാണ് 1789 നടന്ന ഫ്രഞ്ച് റവല്യൂഷനെ ഇൻസ്പയർഡ് ചെയ്തുകൊണ്ടാണ് ഈ വേർഡ്സ് എടുത്തിട്ടുള്ളത്. ദീസ് പ്രിൻസിപ്പിൾസ് ആർ ഇൻസ്പയർഡ് ബൈ ദ ഫ്രഞ്ച് റവല്യൂഷൻ. ഓക്കെ. അടുത്ത വിച്ച് കേരള ഇനിഷ്യേറ്റീവ് ഹെൽപ്പ് റെഡ്യൂസ് ജെൻഡർ ഗ്യാപ്പ് ഇൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ജെൻഡർ ഗ്യാപ്പ് കുറക്കാൻ വേണ്ടിയിട്ട് കേരള എടുത്ത ഇനിഷ്യേറ്റീവ് എന്താണ്? ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ ഷീസ്റ്റം, ജെൻഡർ ടെക്, KFIT ആൻഡ് എംപവർ. അപ്പോൾ ആൻസർ എന്താണ്? ഷീസ്റ്റം ആണ് ആൻസർ. ഷീസ്റ്റം ടാർഗറ്റ് ജെൻഡർ ഇക്വാളിറ്റി ഇൻ കേരള ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സെക്ടർ. അപ്പോൾ ഷീസ്റ്റം ആണ് ടാർഗറ്റ് ചെയ്യുന്നത് ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അടുത്ത ഫസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് ഏതാണ്? ഇടുക്കി, ശബരിഗിരി ആൻഡ് പള്ളിവാസൽ ആൻഡ് കല്ലട. ആൻസർ എന്താണ്? പള്ളിവാസലാണ്. പള്ളിവാസൽ വാസ് കേരളാസ് പയനീറിംഗ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് സ്റ്റാർട്ടഡ് ഇൻ 1940. അടുത്ത പീപ്പിൾ പ്ലാനിംഗ് ക്യാമ്പയിൻ ഇൻ കേരള ഡിവോൾഡ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് സ്റ്റേറ്റ് പ്ലാൻ ഫണ്ട് ടു LSGS. പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ ഇൻ കേരള ഡിവോൾഡ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് സ്റ്റേറ്റ് പ്ലാൻ ഫണ്ട് ടു LSGS. ആൻസർ എന്താണ്? 35 മുതൽ 40% വരെയാണ്. 35 മുതൽ 40% വരെയാണ് ആൻസർ വരുന്നത്. 35 to 40% of the state plan fund were devolved to local self-government under the campaign. People planning campaign in Kerala devolved what percentage of state plan fund to LSGA. People planning campaign ഭാഗമായിട്ട് കേരളത്തിൽ എത്ര ശതമാനം പൈസയാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്തത്? ആൻസർ 30 മുതൽ 40% വരെയാണ്. 30 മുതൽ 40% വരെയുള്ള തുക സ്റ്റേറ്റ് പ്ലാൻ ഫണ്ടിൽ നിന്നും ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസിന് അലോക്കേറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ നമ്മൾ 30 ക്വസ്റ്റിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ടെസ്റ്റുകൾ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.